വെൽക്കം ടു ട്രേഡ് റൂട്ട്. ട്രേഡ് റൂട്ടിന്റെ വീക്കിലി അനാലിസിസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ഗോൾഡിന്റെ വീക്കിലി അനാലിസിസ് ആണ്. അതിനുവേണ്ടി എടുത്തിരിക്കുന്ന മന്ത്ലി ചാർട്ടാണ്. മന്ത്ലി ചാർട്ട് എടുക്കാനുള്ള ഒരു കാരണം മാർക്കറ്റിന്റെ ഓവറോൾ ട്രെൻഡ് മനസ്സിലാക്കാനാണ്. ആദ്യമായിട്ട് നമ്മൾ മാർക്ക് ചെയ്യുന്നത് മന്ത്ലി ചാർട്ടിൽ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്ന ഏരിയ ആണ്. നോക്കിയാൽ കാണാം, വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ബ്രേക്ക് തന്നു, ഒരു ക്യാൻഡിൽ തന്നു. അതിന്റെ കണ്ടിന്യൂവേഷൻ ആയിട്ട് 1, 2, 3 മാസം മുകളിലോട്ട് തന്നെ പോയിരുന്നെങ്കിൽ പോലും അവിടെ വീക്ക്നെസ് കാണിച്ചിട്ടുണ്ടായിരുന്നു. കഴിഞ്ഞ മാസം സ്ട്രോങ് ആയി താഴോട്ടേക്ക് ഇറങ്ങി ഒരു സപ്പോർട്ട് എടുത്തിട്ട് മുകളിലോട്ട് പോയിട്ട് ചെറിയൊരു റിയാക്ഷൻ തന്നു. ഈ ഒരു മാസം എന്ത് ചെയ്തിട്ടുണ്ട്? ഈ മാസം താഴോട്ടേക്ക് ഇറങ്ങി ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് പോയിട്ട് ഒരു സൈക്കോളജിക്കൽ ഫിഗർ ആയിരുന്ന 2500-നെ ബ്രേക്ക് ചെയ്ത് മാർക്കറ്റ് ഇപ്പോൾ അതിന്റെ മുകളിലാണ് നിൽക്കുന്നത്. എന്തായാലും നമുക്ക് അതെല്ലാം മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമുക്ക് ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചറിനെ കുറിച്ച് നോക്കാം. ഈ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ എന്ന് പറയുന്നത് ഒരുപാട് കാലമായി ഓൾ ടൈം ഹൈ ആയി നിന്നതായിരുന്നു. അവിടെ നിന്ന് വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലോട് കൂടിയിട്ടാണ് ബ്രേക്ക് ചെയ്ത് വന്നിരിക്കുന്നത്. ഇപ്പോൾ നിൽക്കുന്ന ക്യാൻഡില് ആ ഒരു അപ് ട്രെൻഡിന്റെ കണ്ടിന്യൂഷൻ ആണ്. അപ്പോൾ ആ ഒരു ക്യാൻഡിൽ വെച്ചിട്ട് നമുക്ക് പ്രധാനപ്പെട്ട കുറച്ച് ഏരിയകൾ മാർക്ക് ചെയ്യാനുണ്ട്. ആദ്യം മാർക്ക് ചെയ്യുന്നത് ഈ മാസത്തിന്റെ ലോ അഥവാ ക്യാൻഡിൽ ലോയാണ് മാർക്ക് ചെയ്യുന്നത്. അതൊരു സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യും. അടുത്തത് കഴിഞ്ഞ മാസത്തിന്റെ ഹൈ അതാ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ മുകളിലോട്ട് പോയിരിക്കുന്നത്. അത് മന്ത്ലി സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഇനി കഴിഞ്ഞ മാസത്തിന്റെ ക്ലോസ് അതും മന്ത്ലി സപ്പോർട്ടായിട്ട് തന്നെ ആക്ട് ചെയ്യും. ഈ ഒരു 3 ഏരിയ ആണ് പ്രധാനമായിട്ടും മാർക്ക് ചെയ്യുന്നത്. റെസിസ്റ്റൻസ് മാർക്ക് ചെയ്യാനില്ല. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ഇപ്പോൾ ഓൾ ടൈം ഹൈയിലാണ് നിൽക്കുന്നത്. അപ്പോൾ മുകളിൽ നിന്ന് എവിടെ നിന്ന് വരുമെന്ന് നമുക്ക് കൃത്യമായിട്ട് അറിയാൻ കഴിയില്ല. എനിവേ നമുക്ക് വീക്കിലി ചാർട്ടിൽ പോയിട്ട് കുറച്ചുകൂടി കൂടുതൽ സാധ്യതകളെ കുറിച്ച് നോക്കാം. വീക്കിലി ചാർട്ടിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാവുന്നത് കഴിഞ്ഞ കുറച്ച് ആഴ്ചകളായിട്ട് മാർക്കറ്റ് നല്ല രീതിയിൽ ഒരു കൺസോൾട്ടേഷനിലായിരുന്നു. ആ കൺസോൾട്ടേഷൻ ചെയ്തതിന് ശേഷം മുകളിലോട്ട് പ്രൈസ് ആക്ഷൻ തന്നിട്ടുണ്ട്. പ്രൈസ് ഷിഫ്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരുന്നു. നോക്കിയാൽ കാണാം, ഇവിടെ നിന്ന് മാർക്കറ്റ് ഇവിടേക്ക് ഷിഫ്റ്റ് ആയതുണ്ട്. അവിടെ നിന്ന് മാർക്കറ്റ് മുകളിലോട്ട് കഴിഞ്ഞ ആഴ്ചയിൽ മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഒരു ബുള്ളിഷ് ട്രെൻഡ് തന്നെയാണ് കണ്ടിന്യൂഷൻ എന്നുള്ളത് നമുക്കിപ്പോൾ മനസ്സിലായിട്ടുണ്ട്. ഇനി നമുക്ക് മന്ത്ലിയിൽ അടയാളപ്പെടുത്തിയ പോലെ തന്നെ വീക്കിലിയിലും പ്രധാനപ്പെട്ട ഏരിയാസ് അടയാളപ്പെടുത്തുന്നുണ്ട്. മന്ത്ലിയിൽ അടയാളപ്പെടുത്തി ഈ ഒരു സപ്പോർട്ടിനെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്, മുകളിലോട്ട് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന്റെ കളറും ചേഞ്ച് ചെയ്യുന്നുണ്ട്, റെഡ് ആക്കുന്നുണ്ട്. ബാക്കിയുള്ളതൊന്നും ചെയ്യുന്നില്ല, അഡ്ജസ്റ്റ്മെന്റ് ഒന്നും ചെയ്യുന്നില്ല. ഇനി ഒരു സപ്പോർട്ട് എന്ന് പറഞ്ഞ ഒരു ഏരിയ പ്രധാനപ്പെട്ട ഒരു ക്യാൻഡിൽ വെച്ച് നോക്കുമ്പോൾ ഇതൊരു സപ്പോർട്ട് ഏരിയ ആണ്. അത് നമ്മൾ ഓൾറെഡി മന്ത്ലിയിൽ വർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. വീക്കിലിയിലും ആ ഒരു ഏരിയയിൽ തന്നെ സപ്പോർട്ട് എന്ന് പറയുന്നത്. മറ്റൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് ഇതാണ്. അതിൻ്റെ ഒരു കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതായിരുന്നു ഓൾ ടൈം ഹൈ. ഈ ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അതിന് നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒന്ന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്, മന്ത്ലിയും വീക്കിലിയും ആയതുകൊണ്ട് അതിന് കളർ ചേഞ്ച് ചെയ്യുന്നുണ്ട്. അതിനൊരു ബ്ലൂയിലേക്ക് മാറ്റുന്നുണ്ട്. ഇത്രയാണ് വീക്കിലിയിൽ പ്രധാനപ്പെട്ട ഏരിയാസ് നമ്മൾ മാർക്ക് ചെയ്യുന്നത്. ഇനി മാർക്ക് ചെയ്യാനുള്ള ഒരു ഏരിയ 2500 എന്ന് പറഞ്ഞൊരു ഏരിയ ആണ്. അത് നമുക്ക് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോകുന്ന സമയത്ത് മാർക്ക് ചെയ്യാം. ഇനി പോകുന്നത് 1 ഡേ ചാർട്ടിലാണ്. 1 ഡേ ചാർട്ടിലേക്ക് വരുന്ന സമയത്ത് നേരത്തെ പറഞ്ഞത് വളരെ ക്ലിയർ ആയിട്ട് സംഭവിച്ചിട്ടുണ്ട്. നല്ലൊരു പ്രൈസ് ആക്ഷൻ തന്നു, മാർക്കറ്റ് മുകളിൽ പോയി, മുകളിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങിയതിനു ശേഷം വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് അപ്രോച്ച് ചെയ്തു. വീണ്ടും റിജക്ഷൻ വന്നിട്ട് ഈ ഒരു സപ്പോർട്ട് ഏരിയയിൽ നിന്ന് മാർക്കറ്റ് വളരെ സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി ചെറിയൊരു റിയാക്ഷൻ കാണിച്ചിട്ട് മാർക്കറ്റ് എന്ത് ചെയ്തു? ബ്രേക്ക്ഔട്ട് തന്നിട്ട് ഇപ്പോൾ ഓൾ ടൈം ഹൈയുടെ മുകളിലാണ് നിൽക്കുന്നത്. മാർക്കറ്റ് ഓൾ ടൈം ഹൈ ബ്രേക്ക് ചെയ്തു മുകളിലേക്ക് പോകുന്നുള്ള എല്ലാ സൂചനയും തന്നിട്ടുണ്ട്. എന്നാൽ പോലും നമുക്ക് ഇവിടെ സപ്പോർട്ട്, റെസിസ്റ്റൻസ്, അതുപോലെ തന്നെ മറ്റെന്തെങ്കിലും പ്രധാനപ്പെട്ട ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് മാർക്ക് ചെയ്യണം. ഇവിടെ മാർക്ക് ചെയ്യുന്ന ഡേ ക്യാൻഡിലെ ഒരു സപ്പോർട്ട് ഇതാണ്. ഇത് സൂക്ഷിച്ച് നോക്കിയാൽ അറിയാം, ഇതിൽ മന്ത്ലി ഉണ്ട്, വീക്കിലി ഉണ്ട്. ഇപ്പൊ ഡേയും കൂടി വന്നിട്ടുണ്ട്. അതിന് സപ്പോർട്ടായി തന്നെ മാർക്ക് ചെയ്യുന്നു. ഇനി മറ്റൊരു സപ്പോർട്ട് എന്ന് പറയുന്നത് കുറച്ചും കൂടി മുകളിലേക്ക് പോയിട്ട് ഇതാണ്. ഇതിനൊരു കാരണം ഇതൊരു പക്ഷേ വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടായിട്ട് ആക്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. നോക്കിയാൽ കാണാം, മൾട്ടിപ്പിൾ ആയിട്ട് മാർക്കറ്റ് ഇവിടെ 1, 2, മൂന്നാമത്തെ തവണ മാർക്കറ്റ് അത് ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഒരു റീടെസ്റ്റിന് വരാനുള്ള സാധ്യത ഈ ഏരിയയിലേക്ക് ഉണ്ട്. എന്തായാലും നമുക്കത് ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോയി നോക്കണം. ഇനി ഇതിൽ പ്രധാനപ്പെട്ട എന്തെങ്കിലും ഏരിയാസ് ഉണ്ടോ എന്നുള്ളത് നോക്കാം. അതിൽ നോക്കാനുള്ള ഒരു ഏരിയ എന്ന് പറയുന്നത് ഇംബാലൻസ് ആണ്. ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട് ഇവിടെ. ഈ ഒരു ഏരിയയിൽ ഒരു ചെറിയൊരു ഇംബാലൻസ് കാണുന്നുണ്ട്. അത് കഴിഞ്ഞ
വീക്കിലി അനാലിസിസ് ചെയ്യുന്ന സമയത്ത് നമ്മൾ നോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടേക്ക് വരാനുള്ള സാധ്യത ഉണ്ടെന്നുള്ളത്. പക്ഷെ മാർക്കറ്റ് വന്നില്ല. അതിന്റെ മുകളിലെ ഒരു ഏരിയയിലേക്ക് വന്നിട്ട് മാർക്കറ്റ് സപ്പോർട്ട് എടുത്ത് പോവുക ചെയ്തത്. എന്തായാലും നമ്മൾ ഇതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമോ വരില്ല എന്നുള്ളത് നമുക്ക് അറിയില്ല. പക്ഷെ പ്രധാനപ്പെട്ട ഏരിയ ആയതുകൊണ്ട് നമുക്ക് അതിനെ മാർക്ക് ചെയ്ത് വെച്ചേ മതിയാവും. ബാലൻസ് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇനി ഡേയുടെ തന്നെ പ്രധാനപ്പെട്ട ഏരിയ എന്ന് പറയുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഈ ബ്ലൂ ലൈൻ വരച്ചതാണ്. അതെല്ലാം മന്ത്ലി നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്, വീക്കിലി മാർക്ക് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡേയിലും വരുന്നുണ്ട്. കാരണം നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൾട്ടിപ്പിൾ ആയിട്ട് ഇവിടെ ടെസ്റ്റ് ചെയ്തിട്ട് ബ്രേക്ക് ചെയ്താണ്, പിന്നെ അതിലേക്ക് റീടെസ്റ്റ് വരാനുള്ള സാധ്യതയാണ്. അതുകൊണ്ട് ഈ ബ്ലൂ ലൈൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് കണക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമ്മൾ മാർക്ക് ചെയ്യുന്ന മറ്റൊരു ഏരിയ എന്ന് പറയുന്നത് 2500 ആണ്. അത് പലതവണ മുൻപ് നമ്മൾ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതൊരു സൈക്കോളജിക്കൽ ഫിഗർ ആണ് എന്ന് പറഞ്ഞിട്ട്. ആ ഒരു ഏരിയനെ ഇപ്പോൾ ബ്രേക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ ഏരിയനെ ബ്രേക്ക് ചെയ്തതുകൊണ്ട് ഒരുപക്ഷെ മാർക്കറ്റ് വീണ്ടും അവിടേക്ക് വീണ്ടും റീടെസ്റ്റ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് അതിൻ്റെയും കളർ ചേഞ്ച് ചെയ്ത് വെക്കുന്നുണ്ട്. അതിന് വെക്കുന്ന ഓറഞ്ച് ആണ്. ഇനി നമ്മൾ പോകേണ്ടത് ചെറിയ ടൈം ഫ്രെയിമിലേക്കാണ്. ഇപ്പോൾ നമ്മൾ നോക്കുന്നത് മാർക്കറ്റ് റീടെസ്റ്റിന് വരുമോ, റീടെസ്റ്റിന് വന്നിട്ട് അവിടെ നിന്ന് മുകളിലേക്ക് ഒരു എൻട്രി കിട്ടുമോ എന്നുള്ളതാണ്. കാരണം മുകളിലോട്ട് മാർക്കറ്റിന് റെസിസ്റ്റൻസ് എവിടെയാണെന്നുള്ളത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റില്ല. ഓൾ ടൈം ഹൈനെ ബ്രേക്ക് ചെയ്തിട്ടാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നത്. അത് സ്ട്രോങ് ആയിട്ടുള്ള ക്യാൻഡിലുണ്ട്. റീടെസ്റ്റ് വരുന്ന ഏരിയ, അതായത് മെയിൻ സപ്പോർട്ട് ഏരിയ കണ്ടുപിടിക്കാനാണ് ഇപ്പോൾ ശ്രമിക്കുന്നത്. റെസിസ്റ്റൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നുണ്ട് തൽക്കാലത്തേക്ക്. നമുക്ക് നല്ലൊരു ഏരിയ കിട്ടുകയാണെങ്കിൽ, ചെറിയ ടൈം ഫ്രെയിമിലൊക്കെ നല്ലൊരു ഏരിയ കിട്ടുകയാണെങ്കിൽ ഷോർട്ട് ചെയ്യാൻ നമുക്ക് പറ്റും അവിടെ നിന്ന്. അത് ഷോർട്ട് ടൈമിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. വലിയൊരു ടാർഗറ്റ് വെക്കാൻ പറ്റില്ല. എന്തായാലും 4 ഹവറിലേക്ക് പോവാണ്. 4 ഹവറിലേക്ക് പോകുന്ന സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത ഏരിയ കുറച്ചും കൂടി വിസിബിൾ ആവുന്നുണ്ട്. ഈ ഒരു ഏരിയ, അതായത് ബ്ലൂ ലൈനെ നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, സപ്പോർട്ട് എന്ന് പറഞ്ഞിട്ട് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിനെ ബ്രേക്ക് ചെയ്ത് വീണ്ടും എന്ത് സംഭവിച്ചിട്ടുണ്ട്, അവിടെ വന്ന് സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. സപ്പോർട്ട് എടുക്കുന്ന സമയത്ത് അവിടെ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. 4 ഹവറിന്റെ ഏരിയയിൽ ഒരു ഇംബാലൻസ് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മളതിനെ ഇംബാലൻസ് മാർക്ക് ചെയ്യുന്നുണ്ട്. പ്രധാനപ്പെട്ട ഒരു ഏരിയയും കൂടി ആയതുകൊണ്ട് ഈ ഒരു ഇംബാലൻസ് വളരെ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള സാധ്യത ഉണ്ട്. പിന്നെ അതുപോലെ മാർക്ക് ചെയ്യുന്നത് ഒരു സപ്പോർട്ടാണ്. സപ്പോർട്ട് അതും നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ 1 ഡേ ചാർട്ടിന്റെ സപ്പോർട്ട് തന്നെയാണ്. അതും മാർക്ക് ചെയ്തിടുന്നുണ്ട്. ഇനി മുകളിലോട്ട് നോക്കുന്ന സമയത്ത് നമുക്ക് ഇനി 2500 ഒരു ലൈൻ ഉണ്ട്. അതിന്റെ മുകളിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. തൽക്കാലം റെസിസ്റ്റൻസ് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത് നേരത്തെ പറഞ്ഞ അതേ കാര്യം കൊണ്ട് തന്നെയാണ്. ഇനി നമുക്ക് 1 ഹവറിലേക്ക് പോവാം. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് കുറച്ചും കൂടി ഡീറ്റെയിൽ കിട്ടുമെന്ന് വിചാരിക്കുന്നു. 1 ഹവറിലേക്ക് പോകുന്ന സമയത്ത് ഏറെക്കുറെ മാർക്കറ്റ് ഇവിടെ നിന്ന് ഷിഫ്റ്റ് ചെയ്തു. ഒരു വലിയൊരു പുൾ ബാക്ക് തന്നിട്ടുണ്ടായിരുന്നു. വലിയൊരു പുൾ ബാക്ക് തന്നിട്ട് മാർക്കറ്റ് വീണ്ടും സ്ട്രോങ് ആയിട്ട് മുകളിലോട്ട് പോയി. അപ്പോൾ ഇനി നമുക്ക് നോക്കാനുള്ളത് 2500 നോക്കിയാൽ കാണാം, അവിടുന്ന് റിജക്ഷൻ തന്നിട്ടാണ് ഈ ഒരു ക്യാൻഡിൽ, അതായത് ഒരു ബെയറിഷ് ക്യാൻഡിൽ തന്നത്. അപ്പോൾ ഈ ഒരു ഏരിയ വളരെ ഇമ്പോർട്ടൻ്റ് ആവാനുള്ള സാധ്യത കൂടുതലാണ്. 2500 അവിടേക്ക് മാർക്കറ്റ് ഡെഫിനറ്റ്ലി എത്തും തന്നെ വിചാരിക്കാം നമുക്ക്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ അടുത്ത ആഴ്ചയിൽ അത് മിക്കവാറും ഈ ഒരു ഏരിയയിലേക്ക് റീടെസ്റ്റ് വരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അപ്പോൾ അങ്ങനെ വരികയാണെങ്കിൽ വിത്ത് കൺഫർമേഷനോട് കൂടി നമുക്കൊരു ബൈ നോക്കാം. വിത്ത് കൺഫർമേഷൻ എന്ന് പറയുന്നത് സൂക്ഷിക്കണം. കാരണം ഓൾ ടൈം ഹൈ ആണ്. ഏതൊരു സമയത്തും മുകളിൽ നിന്ന് വലിയൊരു സെല്ലിംഗ് പ്രഷർ ഉണ്ടാവും. എന്നിട്ട് നല്ലൊരു സപ്പോർട്ടിലേക്ക് വന്നതിന് ശേഷമായിരിക്കും മാർക്കറ്റ് പോവുക. 2500 അത്ര വലിയ സപ്പോർട്ടാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ആയിരിക്കില്ല. കാരണം മാർക്കറ്റ് അതിനെയും ബ്രേക്ക് ചെയ്ത് കുറച്ചും കൂടി താഴോട്ടേക്ക് വരാനുള്ള സാധ്യതയുണ്ട്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ ഇംബാലൻസ് അവിടെ ഫില്ല് ചെയ്യാൻ കിടക്കുന്നുണ്ട്. അപ്പോൾ അവിടേക്ക് എത്താനുള്ള സാധ്യത കൂടി കാണുന്നുണ്ട്. എനിവേ നമുക്ക് കുറച്ചും കൂടി ചെറിയ ടൈം ഫ്രെയിമിലേക്ക് പോവാം. സാധാരണ നമ്മൾ പോവാറില്ല, പക്ഷേ എൻട്രി സാധ്യതകളോ മറ്റോ കിട്ടുമോ എന്നറിയാൻ വേണ്ടിയിട്ട് 30 മിനിറ്റ്സിൻ്റെ ഒരു ടൈം ഫ്രെയിമിലേക്ക് പോകുന്നുണ്ട്. 30 മിനിറ്റ്സിലോട്ട് നോക്കുന്ന സമയത്ത് ഇവിടെ നിന്ന് ഒരു റിയാക്ഷൻ കിട്ടിയിട്ടുണ്ടായിരുന്നു. ചെറിയൊരു റിയാക്ഷൻ കിട്ടിയത് 30 മിനിറ്റ്സിന്റെ ക്യാൻഡിൽ കിട്ടിയിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് സസ്റ്റെയിൻ ചെയ്യാൻ പറ്റിയില്ല, താഴോട്ടേക്ക് വന്നിട്ടില്ല. പിന്നെ ക്യാൻഡിൽ ബുള്ളിഷ് തന്നെയാണ്. ബുള്ളിഷ് തന്നെയാണെങ്കിൽ രണ്ട് സൈഡിലും നന്നായി വിക്ക് റിജക്ഷൻ വന്നിട്ടുണ്ട്. ഈ ഒരു വിക്ക് റിജക്ഷൻ കൊണ്ട് നമുക്ക് ആ ഒരു ക്യാൻഡിൽ വെച്ച് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്നത്, വീക്കിലി മാർക്കറ്റ് ക്ലോസ് ചെയ്യുന്ന സമയത്ത് വന്ന വിക്ക് റിജക്ഷൻ ആണ്. ആ ഒരു സമയത്ത് മാർക്കറ്റിൽ വോളറ്റൈൽ കാര്യമായിട്ട് ഉണ്ടാവില്ല, മണി പമ്പിങ് ഉണ്ടാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് രണ്ട് സൈഡിൽ നിന്നും ഇതുപോലെ വിക്ക് റിജക്ഷൻ വന്നിരിക്കുന്നത്. എനിവേ നമുക്ക് 30 മിനിറ്റ്സിലും കാര്യമായിട്ട് മാർക്ക് ചെയ്യാനുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പെട്ടെന്ന് നോക്കുന്ന സമയത്ത് ഈ ഒരു ഏരിയ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയ ആയിട്ട് തോന്നുന്നുണ്ട്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ താഴോട്ടേക്ക് ഇറങ്ങി നല്ല രീതിയിൽ മാർക്കറ്റ് മുകളിലോട്ട് കയറി പോയ ഒരു ഏരിയ ഇതാണ്. ഇതിന്റെ ഇടയിൽ നോക്കുമ്പോൾ ചെറിയ ഇംബാലൻസുകളൊക്കെ കാണുന്നുണ്ട്. ഓൾറെഡി എടുത്തു കഴിഞ്ഞ ഇംബാലൻസ് ആണ്. ചെറിയൊരു ഏരിയ മാത്രമേ ബാലൻസ് ഉള്ളൂ. അതിന് വേണമെങ്കിൽ മാർക്ക് ചെയ്ത് വെക്കാം. അതൊരു വളരെ ചെറിയ ഏരിയ ആണ്. ചെറിയ ടൈം ഫ്രെയിമിൽ വരുന്ന സമയത്ത് ചിലപ്പോൾ അത് നമുക്ക് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് അതിനെ മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്. ഇനി 30 മിനിറ്റ്സിലെ മറ്റൊരു ഇംബാലൻസ് എന്ന് പറയുന്നത് ഇവിടെ മുകളിലുണ്ട്. നേരത്തെ പറഞ്ഞ 2500 മുകളിൽ ഒരു ഇംബാലൻസ് ഉണ്ട്. അതിനെ മാർക്ക് ചെയ്യുന്നുണ്ട്. അതൊരു ചെറിയ ഏരിയ ആണ്. 2500 അടുത്തായതുകൊണ്ടാണ് അതിന് ഇമ്പോർട്ടൻ്റ് കൂടുന്നത്. ഒരു സൈക്കോളജിക്കൽ എമൗണ്ടിന്റെ അടുത്തായതുകൊണ്ടാണ് ബയേഴ്സ്
താഴെ നിന്ന് ഷിഫ്റ്റ് ചെയ്ത് മുകളിലോട്ട് വന്ന് ഇവിടം വരെ എത്തിയിട്ടുണ്ടാവും എന്നുള്ള പ്രതീക്ഷ ഇപ്പോൾ ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നോക്കിയാൽ കാണാം, ഇവിടെ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടുണ്ട് മാർക്കറ്റ്. ആ ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. ഈ ഒരു ബ്രേക്ക് ഓഫ് സ്ട്രക്ചർ തന്നിട്ടാണ് മാർക്കറ്റ് മുകളിലോട്ട് പോയിരിക്കുന്നത്. അപ്പോൾ ആ ഒരു ഏരിയയിലേക്ക് വീണ്ടും മാർക്കറ്റ് റീടെസ്റ്റിന് വന്നേക്കാം. ഫസ്റ്റ് ഇവിടെ വന്നേക്കാം, രണ്ടാമത് വീണ്ടും ഒരു ഇംബാലൻസ് കൂടെ എടുക്കുന്നുണ്ട്, മൂന്നാമത് ഇവിടെ നല്ലൊരു സപ്പോർട്ട് ഏരിയ ഉണ്ട്, അതിനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നാലാമത് ഇവിടെ ഒരു ഇംബാലൻസ് കിടക്കുന്നുണ്ട് ആ ടൈം ഫ്രെയിമിൽ, അതിനും ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ നല്ല രീതിയിൽ കൺസോൾട്ടേഷൻ നടന്ന ഒരു ഏരിയ ആണ്. ഇവിടെ ഇംബാലൻസ് താഴത്തൊക്കെ കിടക്കുന്നുണ്ട്, ചെറിയ ഇംബാലൻസുകളൊക്കെ കിടക്കുന്നുണ്ട്. കൺസോൾട്ടേഷൻ നടന്ന ഏരിയയും പ്ലസ് ഇംബാലൻസും ഒക്കെയാണ്. അപ്പോൾ മാർക്കറ്റ് താഴോട്ടേക്ക് വരികയാണെങ്കിൽ എവിടെയായിരിക്കും ഏറെക്കുറെ ഡീപ്പ് പുൾ ബാക്ക് വരുമ്പോൾ ഈ ഒരു ഏരിയ, അതായത് ഈ ഒരു ഇംബാലൻസിലും ഈ ഒരു ഇംബാലൻസിലേക്കും വരാനുള്ള സാധ്യത ഉണ്ട്. സാധ്യതകൾ മാത്രമേ പറയുന്നുള്ളൂ. നമുക്ക് അവിടേക്ക് എത്തിക്കഴിഞ്ഞാൽ, അതായത് ഇപ്പോൾ നിൽക്കുന്ന മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ഏരിയയിൽ നിന്ന് താഴോട്ടേക്ക് ഇറങ്ങി ക്ലിയർ ആയിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയയിലേക്ക് വന്നിട്ട് അവിടെ കൺഫർമേഷൻ കിട്ടിക്കഴിഞ്ഞാൽ നമുക്കൊരു ബൈ സൈഡിലേക്ക് പോവാം. തൽക്കാലം ഇപ്പോൾ ബൈ സൈഡിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കുന്നുള്ളൂ. സെൽ സൈഡ് വരും, കാരണം മുകളിലോട്ട് പോകുന്നതാണ് മാർക്കറ്റ്. അവിടെ എന്തായിരിക്കും, അവിടെ ഒരു എവിടെയാണ് കൃത്യമായ റെസിസ്റ്റൻസ് എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ വലിയ ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ പ്ലേയിങ് നടക്കും, കളികൾ നടക്കും. ആ കളികളിൽ റീറ്റെയിലേഴ്സിനെ പെടുത്താനുള്ള എല്ലാവിധ സാധ്യതയുണ്ട്. അപ്പോൾ എല്ലാവരും സെൽ സൈഡ് വരുന്ന സമയത്ത് കൃത്യമായ കൺഫർമേഷൻ ഇല്ലാതെ ഒരു ട്രേഡ് പോലും എടുക്കാതിരിക്കുക. അതുപോലെ തന്നെ സ്റ്റോപ്പ് ലോസ് മസ്റ്റ് ആയിട്ട് വെക്കുക. വലിയ ടാർഗറ്റിലേക്ക് പോകാതിരിക്കുക. ചെറിയ ചെറിയ ടാർഗറ്റ് എടുത്തിട്ട് സേഫ് ആവാൻ നോക്കുക. ഇപ്പോഴത്തെ പ്രയോറിറ്റി എന്ന് പറയുന്നത് ബൈ സൈഡ് തന്നെയാണ്. ബൈ സൈഡിൽ ഇതുപോലെ തന്നെ നല്ല രീതിയിൽ കൺഫർമേഷൻ കിട്ടുന്ന അല്ലെങ്കിൽ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ഒരു ഏരിയയിലേക്ക് വന്നതിന് ശേഷം ബൈ ചെയ്യാം. എന്തായാലും ഈ ഒരാഴ്ച എല്ലാവർക്കും പ്രോഫിറ്റബിൾ ആയിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു. എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് എടുത്ത് പ്രോഫിറ്റ് ജനറേറ്റ് ചെയ്യാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് ആർക്കെങ്കിലും ട്രേഡ് റൂട്ടിന്റെ ഭാഗമായിട്ട് ഫോറക്സ് ട്രേഡിംഗ് ഫ്രീ ആയിട്ട് പഠിക്കണമെന്ന ആഗ്രഹമുള്ള ആളുകളുണ്ടെങ്കിൽ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ വാട്സപ്പ് കമ്മ്യൂണിറ്റിയുടെ ലിങ്ക് ഉണ്ട്, അതിൽ കയറി ജോയിൻ ചെയ്ത്